പഞ്ചപാണ്ഡവന്മാരിലെ അർജുനന് നേരെ വരുന്ന ഓരോ ശരങ്ങളെയും തടുക്കുന്ന ശ്രീകൃഷ്ണനെ പോലെയാണ് ബി.ജെ.പിക്കെതിരെ വരുന്ന ഓരോ അമ്പിനെയും വില്ലിനെയും തടുത്തു സംരക്ഷിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പതിവ് കാര്യം തന്നെ മമതയ്ക്കും സംഭവിച്ചു. വോട്ടുകളിൽ കൃത്രിമം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മമത നടത്തിയ പോരാട്ടങ്ങൾ വെറുതെയായി. ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാൾ പിടിക്കുമെന്ന് ബി.ജെ.പി പറഞ്ഞതിന്റെ സാരം ഇപ്പോഴാണ് മനസ്സിലായത്. അതെ, ഈ രാജ്യത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളും അവർ പിടിച്ചിരിക്കുന്നു. അസംഭവ്യമെന്ന് കരുതുന്ന കേരളത്തിലും നാളെ അവർ സർക്കാർ ഉണ്ടാക്കിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം എല്ലാം മായ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്ദ്രജാലത്തിൽ പിറക്കുന്ന ബി.ജെ.പി മായ. കഴിഞ്ഞ ദിവസമായിരുന്നു അന്യസംസ്ഥാനത്തെ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ബി.ജെ.പി വ്യാപകമായി തിരികെ കയറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ മമത എത്തിയത്. കൃത്യമായ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ടായിരുന്നു മമതയുടെ വാദം. എന്നാൽ ഇതിനെയെല്ലാം പുല്ലുവില കൊടുക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ബി.ജെ.പി ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും വ്യാജ വോട്ടർമാരെ ചേർത്താണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് ബി.ജെ.പിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഈ വ്യാജ വോട്ടർമാരെ കൊണ്ടുവന്ന ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പാർട്ടി ശ്രമിക്കും എന്നായിരുന്നു മമതയുടെ ആരോപണം. അതിന് പിന്നാലെ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അനിശ്ചിതകാല ധർണ നടത്തുമെന്നും മമത മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാണ് ഒരു കടലാസ് പേപ്പറിന്റെ വില പോലും നൽകാതെ കാറ്റിൽ പറത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റിയെന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണം അപ്പാടെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖമടച്ചു. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടക്കുന്നത് എന്ന് ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു. ബൂത്ത് ലെവൽ ഓഫീസർ മുതൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ മേൽനോട്ടത്തിലാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ കൂടി പങ്കാളിത്തത്തിലാണ് വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതും. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കാം. വോട്ടർ പട്ടികയിലെ പരാതികൾ പരിഹരിക്കാൻ 80,633 ബൂത്ത് ലെവൽ ഓഫീസർമാരും 3049 അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും 294 ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും പ്രവർത്തിക്കുന്നുണ്ടെന്നും സിഇഒ പറഞ്ഞു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കാളിത്തമുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി. എന്ത് പരാതി ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കാറുണ്ട്. വോട്ടർമാരെ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും സംബന്ധിച്ച പരാതികൾ ഇലക്ടറൽ റോൾ ഓഫീസറുടെ നേതൃത്വത്തിലാണ് പരിശോധിച്ച് തീരുമാനമെടുക്കുന്നത്. ഇതിന് സുതാര്യമായ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 48 ലക്ഷം വോട്ടർമാരെ ചേർത്തത് സംബന്ധിച്ച് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഒരു പരാതി മാത്രമാണ് ലഭിച്ചത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിക്കൊണ്ടാണ് മമതയെയും ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി മമതാ ബാനർജി പ്രത്യേക കമ്മിറ്റിയും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പ്രതികരണം എത്തിയത്. അത് മാത്രവുമല്ല, ബി.ജെ.പിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ലക്ഷ്യം വെക്കുന്നതിനുള്ള 215 സീറ്റ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്ന ആദ്യ ചുവടുവയ്പിലാണ് മമത ഇപ്പോൾ ഉള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏതാപത്തിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും ബി.ജെ.പിയെ സംരക്ഷിക്കാൻ ചട്ടക്കൂടും കെട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളപ്പോൾ 15 അല്ല, ഒരു 100 കൊല്ലം കൂടി ബി.ജെ.പി തന്നെ ഈ രാജ്യം ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.